എഗെയിൻ തമിഴിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പറന്തിപ്പോ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇവർക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്ര ഫീൽ ഗുഡ് പടങ്ങൾ എനിക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്വാളിറ്റി സാധനം, നൈസ് പടം കേട്ടോ. 2 മണിക്കൂർ ഫൺ റൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഫ്രം ദ ഡയറക്ടർ ഓഫ് പേരൻപ് റാം, അങ്ങേരുടെ സിനിമ തന്നെയാണ്. പറയാലോ ക്വാളിറ്റി സാധനമായിരിക്കുന്നത്. 2 മണിക്കൂർ ആദ്യമായിട്ടാണ് ഒരു പടം ഞാൻ ഇളിച്ചോണ്ടിരുന്ന് കാണുന്നത്. അത് എന്തിനു ഇളിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ പൊട്ടനെപ്പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. നോയ്സ് പടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഫ്രം ദ ഫസ്റ്റ് ആ ഒരു സീൻ തൊട്ടിട്ട് ഇതില് ഗോകുൽ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത മിർച്ചി ശിവയുടെ ലൈഫിന്റെ ഒരു പാട്ടാണ് നമ്മൾ തോന്നും. നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. സോ നമ്മൾ എപ്പോഴും പറയല്ലേ, പ്യുവർ സിനിമ ഡസൻ നീഡ് മാസ് സീൻസ് അല്ലെങ്കിൽ ഗിമ്മിക്സ്, ഭയങ്കര ലൗഡ് നോയ്സ് ഒന്നും വേണ്ട. ജസ്റ്റ് നീഡ് ഹാർട്ട് ആൻഡ് ദിസ് ഈസ് സോ റിച്ച് അറ്റ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ഇതില് കാസ്റ്റ് പറയുമ്പോൾ ഗംഭീര കാസ്റ്റ് ആണ്. മിർച്ചി ശിവയുണ്ട്, അതേപോലത്തെ ഗ്രേസ് ആന്റണി, അഞ്ജലി, അജു വർഗീസ്, വിജയ് യേശുദാസ്, എല്ലാവരും ഒന്നിനൊന്ന് കിടിലം പെർഫോമൻസ് ആയിരുന്നു. സോ ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് പറഞ്ഞു പോണ സിനിമയാണ്. അതിന്റെ ഇടയിൽ പലരുടെ ഇമോഷൻസും അവർക്ക് ലൈഫിനോടുള്ള പേഴ്സ്പെക്ടീവ്സ് എല്ലാം നല്ല വൃത്തിക്ക് എടുത്ത് പറയുന്നുണ്ട്. ഇതിലൊരു അപ്പൂപ്പനെ കാണിക്കുന്നുണ്ട്. അങ്ങേര് ഓപ്പൺ സ്പേസിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേര് പേര് അങ്ങേര് പറയുന്നത് എംപറർ എന്നാണ്. അതായത് എന്തോ ആയിക്കോട്ടെ, എന്റെ ലൈഫിൽ ഞാൻ എംപറർ ആണ്. അതേപോലത്തെ അഞ്ജലിയുടെ ഒരു ലൈഫ് പറയുന്നുണ്ട്. അഞ്ജലിക്കൊക്കെ ചെറിയ സീനുകൾ, പക്ഷെ എന്തൊരു രസത്തിൽ ആള് പെർഫോം ചെയ്തിരിക്കുകയെന്ന് അറിയോ. മണി കാൺ ബൈ ഹാപ്പിനെസ്